സഖാവ് സീതാറാം യെച്ചൂരിയുടെ മരണം അക്ഷരാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയുമൊക്കെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെയാണ് അദ്ദേഹം പോയത്. ഈ കാലത്ത് പറഞ്ഞാൽ 72 വയസ്സിലാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിക്കുന്നത്. വളരെ ചെറുപ്പപ്രായത്തിൽ തന്നെ അദ്ദേഹം പാർട്ടിയുടെ നേതാവായി ഉന്നത ശ്രേണികളിൽ പ്രവർത്തിച്ച ഒരാളാണ്. ഒരു 40-40 കൊല്ലം അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി മെമ്പറായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2015 മുതൽ അദ്ദേഹം പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. മാർക്സിസത്തിലും ലോക പരിജ്ഞാനത്തിലുമൊക്കെ അദ്ദേഹം ഒരു വലിയ എൻസൈക്ലോപീഡിയയാണ് എന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്നത് ഞാൻ 2006 പാർലമെൻറ്റ് രാജ്യസഭാ മെമ്പറാകുമ്പോഴാണ്. അദ്ദേഹം രാജ്യസഭാ മെമ്പറാണെന്ന്. അദ്ദേഹം കുറേ കൊല്ലം തുടർച്ചയായിട്ടുണ്ടായിരുന്നു. പക്ഷേ 2006 മുതൽ 2012 വരെയുള്ള 6 കൊല്ലക്കാലം മിക്കവാറും എല്ലാ ദിവസവും ഞങ്ങൾ പാർലമെൻറ്റിലുള്ള സമയത്തൊക്കെ കാണുമായിരുന്നു. ഞാനന്ന് പാർലമെൻ്ററി പാർട്ടിയുടെ വിപ്പാണ്. പ്രഗത്ഭരായ പല നേതാക്കന്മാരും ഉണ്ടായിരുന്നൊരു സമയമാണ്. അന്ന് രാജീവ് ഉണ്ടായിരുന്നു, ബാലഗോപാലൻ ഉണ്ടായിരുന്നു, ഡി രാജി ഉണ്ടായിരുന്നു, അതുപോലെ യെച്ചൂരി ഉണ്ട്, അതുപോലെ പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. പ്രഗത്ഭരായ കുറേ നേതാക്കന്മാരുണ്ടായിരുന്നു. ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ആ UPA ഗവൺമെൻറ്റിൻ്റെ ഒരു മിനിമം പ്രോഗ്രാം തയ്യാറാക്കുന്നതിലുമൊക്കെ വലിയ പങ്ക് വഹിച്ച ഒരാളാണ് അന്ന് യെച്ചൂരി. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന പ്രമേയങ്ങൾ, അവിടെ വരുന്ന ബില്ലുകൾ, മറ്റ് പല കാര്യങ്ങളിലും ഒരു ചർച്ച സ്വാഭാവികമായിട്ടുണ്ടാവുമായിരുന്നു. അന്ന് ചീഫ് വിപ്പുമാരുടെ യോഗങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒന്ന് കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ ദാസ് മുൻഷി എന്ന് പറഞ്ഞൊരു ബംഗാളിലൊരു മന്ത്രി ഉണ്ടായിരുന്നു. ഇവരുടെ കോൺഗ്രസിൻ്റെ നേതാവാണ്. അദ്ദേഹം എല്ലാ കാലത്ത് വിളിക്കും. അന്നന്ന് വരുന്ന സഭയിൽ വരുന്ന കാര്യങ്ങൾ ഞങ്ങളുമായിട്ടൊക്കെ ചർച്ച ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ യെച്ചൂരിയെയും രാജിയെയും കണ്ട് ഈ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തും. അവരാ യോഗത്തിന് വരുമായിരുന്നില്ല. അതുകൊണ്ട് മിക്കവാറും പാർലമെൻറ്റിലുള്ള എല്ലാ ദിവസവും ഞങ്ങൾ കാണുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ദോഷം വരാത്ത രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന് നമ്മൾ എങ്ങനെ നടപടി എടുക്കണമെന്നതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തമായ ചില കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചില സന്ദർഭങ്ങളിലൊക്കെ യെച്ചൂരി പറയുന്ന നിർദ്ദേശങ്ങൾ അതാണോ വേണ്ടതെന്ന് ഒക്കെ തോന്നിയാലും, കാരണം നമ്മുടെ കൂടി പിന്തുണ കൊണ്ട് നിൽക്കുന്നൊരു ഗവൺമെൻറ് എന്നുള്ളതുകൊണ്ട് ആ ഗവൺമെൻറ്റിനോട് എടുക്കേണ്ട സമീപനം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഒരു അഖിലേന്ത്യാ നേതാവ് വലിയൊരു നേതാവാണെങ്കിൽ പോലും സാധാരണക്കാരനും ആർക്കും അദ്ദേഹത്തെ ഒരു അകലത്തിൽ നിന്ന് കാണേണ്ട കാര്യമില്ല. ഏത് കാര്യങ്ങളും പറയാനൊക്കെ സ്വാതന്ത്ര്യത്തോടുകൂടി അവകാശവും അധികാരമുള്ള പോലെ ആളുകൾ പെരുമാറുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ടും ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രായോഗികവാദിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എത്രയോ പ്രതിസന്ധികളുണ്ടാകുന്ന ഘട്ടങ്ങളിലും അതിനൊക്കെ ധീരമായി നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു പ്രവർത്തനാനുഭവങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കാണാൻ ഇടയായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ അന്ന് ഒരു മാതൃക തന്നെയായിരുന്നു അദ്ദേഹം. വളരെ വളരെ ചെറുപ്പക്കാരെ പോലെ, എനിക്കിപ്പോൾ 85 വയസ്സായി, എന്നെക്കാളൊക്കെ എത്രയോ ചെറുതാണ്. എന്നാൽ അദ്ദേഹം കുട്ടികളെപ്പോലെ ഓടി നടന്ന് പാർലമെൻറ്റിൽ വരും. പാർലമെൻറ്റിലെ പ്രസംഗം എന്ന് പറഞ്ഞാൽ മറ്റ് മെമ്പർമാരൊക്കെ ലോബിയിലൊക്കെ പോയി ഇരിക്കുകയാണെങ്കിൽ അവരൊക്കെ തന്നെ യെച്ചൂരി പ്രസംഗിക്കുകയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും വരും. വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള പ്രസംഗങ്ങളായിരിക്കും. വളരെ പഠിച്ച് തയ്യാറായി സംസാരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുക. ഏത് ഗഹനമായ വിഷയങ്ങളെ സംബന്ധിച്ചും ഒരു അഭിപ്രായം വന്നാൽ അതിന് വളരെ അയജ്ഞലളിതമായ രീതിയിൽ മറുപടി പറയുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു അഗാധമായ പാണ്ഡിത്യമുള്ള ഒരാളാണ് എന്ന തോന്നലുണ്ടാക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. ഏതായാലും വിദ്യാർത്ഥി നേതാവായി, യുവജന നേതാവായി, പാർട്ടി നേതാവായി ഏറെക്കാലം ഡൽഹിയിൽ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ സേവനം ഈ കാലത്ത് വിശേഷിച്ച് നമുക്ക് വളരെയേറെ അനിവാര്യമായിരുന്നു. ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിൽ
ഇന്ത്യ മുന്നണിയെ കൂടുതൽ കരുത്തുള്ളതായി ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ വലിയ പങ്കാണ് യെച്ചൂരിയെപ്പോലുള്ള സഖാക്കൾ വഹിച്ചിട്ടുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഇന്ന് നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഈ BJP ഗവൺമെൻറ്റിൻ്റെ ഇത്തരം സാഹചര്യങ്ങളിൽ ഇന്ത്യയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ കർമ്മ പദ്ധതികളുമായി മുന്നോട്ട് പോകണം എന്ന് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒക്കെ ആഗ്രഹിക്കുന്നൊരു ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിക്ക് ധീരമായി നേതൃത്വം കൊടുക്കാൻ കരുത്തുള്ള ഒരു ജനകീയ നേതാവ് നമുക്ക് നഷ്ടപ്പെട്ടു എന്നതാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദുഃഖം. അത് എളുപ്പത്തിൽ നികത്താൻ കഴിയില്ല. ഇനി മറ്റെല്ലാവരും കൂടി ചേർന്ന് അത് നികത്തുകയല്ലാതെ യാതൊരു വഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, ഇന്നത്തെ മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിനെല്ലാം തന്നെ ഒരു വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അതിയായി ദുഃഖിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടൊപ്പം ഈ നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം ഞാൻ എൻ്റെ ദുഃഖം രേഖപ്പെടുത്തുകയാണ്.